വരവ് കണ്ടു AK സാജൻ രചന നിർവഹിച്ച് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത പടമാണ്. ജോജു ജോർജ്, മുരളി ഗോപി, അർജുൻ അശോകൻ, സുകന്യ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്ന് ഈ മലയാളം ആക്ഷൻ ഡ്രാമ സിനിമയെ കുറിച്ച്. പരോളിന് വരുന്ന പോളച്ചൻ പുള്ളിയെയും കുടുംബത്തെയും ചതിച്ചവരോട് പ്രതികാരം ചെയ്യുന്ന കഥയാണ് ഈ പടം പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് കേട്ടിട്ടില്ലേ, അത് വിട്. പഴയ വീഞ്ഞ് പഴയ കുപ്പിയിൽ തന്നെ തന്നാലോ, അതാണ് വരവ്. എന്തിനാ ഏതിനാ എന്നറിയാത്ത ഒരു ഇടിയോടെയാണ് പടം തുടങ്ങുന്നത്. പിന്നെ ഒരു വേൽമുരുക പാട്ടും ടൈറ്റിലുമാണ്. സത്യം പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനാഗാനം കൂടിയായിരുന്നു. തിയേറ്ററിൽ കയറിയ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ളതാണെന്ന് മാത്രം. എനിക്ക് സത്യത്തിൽ ഇത് വലിയൊരു നൊസ്റ്റാൾജി ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും 90കളിലേക്ക് തിരിച്ചു പോയ ഒരു അവസ്ഥയുള്ള ഒരു കാലമാണല്ലോ. എപ്പോഴും ഇങ്ങനെ കറണ്ട് കട്ട്, രാത്രിയിൽ ഇരുട്ടത്ത് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ചോറുണ്ണുന്നു, എന്നിട്ട് കുട്ടികളോട് നമ്മൾ ഇത് കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആണെന്ന് പറഞ്ഞ് പറ്റിക്കുന്നു. അങ്ങനെ റിയൽ ലൈഫിൽ മലയാളികൾ ഒരു നൊക്ലാജിയെ ആഘോഷിക്കുന്ന ഈ ഒരു അസുലഭ കാലഘട്ടത്തിൽ റിയൽ ലൈഫിലും വരവിലൂടെ 90കളിലേക്കുള്ള ഒരു തിരിച്ചു പോക്കിന് അവസരമൊരുക്കിയിരിക്കുകയാണ് ശ്രീ ഷാജി കൈലാസും ശ്രീ AK സാജനും ശ്രീ ജോജു ജോർജും. പടത്തിന്റെ പേര് വരവെന്നാണെങ്കിലും ഈ 2026 ജൂലൈ മാസത്തിൽ ഒരു മൾട്ടിപ്ലക്സിൽ കയറി ഇരുന്നിട്ട് ടൈം ട്രാവൽ ചെയ്ത് 10-30 കൊല്ലം മുമ്പിലേക്കുള്ള ഒരു പോക്ക് പോയതുപോലെയുള്ള ഒരു പ്രതീതിയായിരുന്നു ഈ പടം സമ്മാനിച്ചത്. ഷാജി കൈലാസിന്റെ കരിയറിലാണെങ്കിൽ പോലും തലസ്ഥാന സിനിമയ്ക്ക് മുമ്പെങ്ങാണ്ട് ഇറക്കേണ്ട ഒരു പടമാണ് എന്ന് ഇത് കണ്ടപ്പോൾ തോന്നി. കാരണം അത്രയും കാലം മുമ്പ് പോലും വിജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കഥയാണത്. ഇതിലിങ്ങനെ കുറച്ച് ഗുണ്ടകൾ ഒരാളുടെ തലയെടുത്ത് ആറ്റിലേക്ക് എറിഞ്ഞിട്ട് എന്തോ വളിച്ച കോമഡി പറഞ്ഞു ഇങ്ങനെ എല്ലാവരും കൂടെ അട്ടഹസിക്കുന്ന ഉൾപ്പെടെ പഴഞ്ചൻ ക്രിഞ്ച് രംഗങ്ങളുടെ തിരിച്ചുവരവാണ് ഈ വരവ്. ഇന്നത്തെ കാലത്ത് TV സീരിയലുകാർ പോലും എഴുതാത്ത വിധത്തിലുള്ള ടൈപ്പ് ഡയലോഗുകളും സ്റ്റേജിങ്ങും 2000ങ്ങളിലെ ചില ആൽബം സോങ്സിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കളർ ടോൺ, കുളത്തിലെ താമരയൊക്കെ ഇളകുന്ന ഗ്രാഫിക്സ് ഒക്കെ കാണുകയാണെങ്കിൽ സ്പിൽബർഗ് പോലും നാണിച്ച് കരിയർ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന തരം VFX. നായകന്റെ അനിയൻ എന്താ സംഭവിച്ചതെന്ന് അവസാനം വരെ പോലും നമുക്ക് ഒട്ടും ഊഹിക്കാൻ സാധിക്കാത്ത വിധം ഫ്രഷ് ആയിട്ടുള്ള സസ്പെൻസ്. അങ്ങനെ ഷാജി കൈലാസിന്റെ ഈ തിരിച്ചുവരവിന് ഏറെ ലക്ഷ്യങ്ങളാണുള്ളത്. അദ്ദേഹത്തിന്റെ പ്രതാപകാലങ്ങളുടെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചത് കാണാൻ പോവുകയാണെങ്കിൽ തിയേറ്ററിലേക്ക് ഇനി വരവേ ഉണ്ടാകില്ലെന്ന് പ്രേക്ഷകർ തീരുമാനിച്ചാൽ പോലും അതൊരു കുറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കൂട്ടത്തിൽ പറയണല്ലോ, ചില ആക്ഷൻ രംഗങ്ങൾ ഭേദപ്പെട്ടതായിരുന്നു കേട്ടോ. ജോജു ജോർജിന്റെ കിൻഡൽ അടിരംഗങ്ങൾ ചിലത് അത്യാവശ്യം കൊള്ളാമായിരുന്നു. എങ്കിലും മറ്റുള്ളതെല്ലാം സ്ഥിരം ഭാവങ്ങളൊക്കെ തന്നെ നിലനിർത്തി തനിക്ക് മാറ്റമൊന്നുമില്ല എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഞാൻ ഇരട്ട പ്രതീക്ഷയൊന്നുമല്ല ഈ പടം കാണാൻ പോയത്. എങ്കിലും ഒരു പണിയുടെ കാൽ ലെവൽ അല്ലെങ്കിൽ ഒരു ആന്റണിയുടെ പകുതി ലെവൽ എങ്കിലും പ്രതീക്ഷിച്ചായിരുന്നു. എവിടെ ഒട്ടും കൃത്രിമത്വം തോന്നാത്ത മറ്റേതോ പാരലൽ യൂണിവേഴ്സിൽ നിന്നും വന്നതുപോലെയുള്ള വില്ലൻ ക്യാരക്ടറായിട്ട് മുരളി ഗോപിയും അത്യാവശ്യം എന്റർടൈൻ ചെയ്യിച്ചായിരുന്നു. മാർക്കോ മുതൽ ഒരേ കറുത്ത സ്യൂട്ടും കൂളിംഗ് ഗ്ലാസും വായിലൊരു ചുരുട്ടും ഒക്കെ കത്തിച്ച് എല്ലാ പടത്തിലും അതേ മാർക്കോ റോൾ തന്നെ ചെയ്യുന്ന അഭിമന്യു S തിലകനെ ഈ പടത്തിൽ നമുക്ക് കാണാം. പക്ഷെ പുള്ളിയുടെ റോളായിരുന്നു തമ്മിൽ ഭേദം. വില്ലന്മാരെ ചിലരെയൊക്കെ തട്ടിയത് കണ്ടപ്പോൾ കുറച്ച് സംതൃപ്തി കിട്ടി എന്നുള്ളതാണ് ഈ പടത്തിൽ ഒരു കൊള്ളാവുന്ന കാര്യമായിട്ട് തോന്നിയത്. ഒരു എക്സ്പ്രഷൻ ഇടേണ്ടിടത്ത് മിനിമം 10 എക്സ്പ്രഷൻ ഇടുന്ന സുകന്യയുടെ കന്യാസ്ത്രീ ക്യാരക്ടറിന് ദേവിയുടെ ഡബ്ബിംഗ് കൂടി ആയപ്പോൾ പടത്തിന് ആ ഒരു സീരിയൽ സ്വഭാവത്തിന്റെ ആക്കം കൂടി എന്ന് പറയാം. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതെ സാനിയ അയ്യപ്പൻ, വിൻസി അലോഷ്യസ് എന്നിവർ കിട്ടിയ റോളുകളിലൊക്കെ തൃപ്തിപ്പെട്ടു പോയിട്ടുണ്ട്. ക്ലീഷ ആയിരുന്നെങ്കിലും അസീസ് നെടുമങ്ങാടിന്റെയും വീണ നായരുടെ ഒരു സീൻ പടത്തിൽ ഭേദമായിട്ട് തോന്നി. 90s പിള്ളേരുടെ നൊസ്റ്റാൾജിക് ആക്ഷൻ റാണിയായ വാണി വിശ്വനാഥിന്റെ വരവ് കണ്ടപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ വാ തുറന്നപ്പോ പോയി. പണ്ട് ഈ സ്കൂൾ നാടകങ്ങളിലൊക്കെ പിള്ളേരോട് മലയാളം അറിയാത്ത വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞാൽ അവർ പറയില്ലേ, നാണ് അങ്ങനെ ചെയ്തു. ആ മാതിരി ഡയലോഗ്സ് ആണ്. പിള്ളേർ അതിനൊക്കെ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. ബാബുരാജിന് പഴയ കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചു പോക്കായിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറാണ് ഇതിനകത്തുള്ളത്. സ്ഥിരം ഡ്രൈവർ റോളിൽ തന്നെ കോട്ടയം രമേശ് ഉണ്ട്. മറ്റ് ക്ലീഷേ റോളുകളിൽ ബൈജു, ശ്രീജിത് രവി, ദീപക് പറമ്പോൽ, ബിജു പപ്പൻ ഇവരെയൊക്കെ കാണാൻ പറ്റും. S ശരവണനാണ് DOP, ഷമീർ മുഹമ്മദ് എഡിറ്റിംഗ്. സാധാരണ നടികുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പൊ ക്യാമറയും ചാടട്ടെ എന്ന മട്ടിലുള്ള തലവേദന എടുക്കുന്ന ഷാജി കൈലാസ് സിഗ്നേച്ചർ ഷോട്ടുകൾ ഈ പടത്തിൽ കുറച്ച് കുറവായിരുന്നു എന്നുള്ളത് ഒരു ആശ്വാസമായിരുന്നു. അല്ലായിരുന്നെങ്കിൽ എഡിറ്ററുടെ കണ്ണടിച്ചു പോയേനെ. പക്ഷേ ഇത്തവണ തലവേദന എടുപ്പിക്കുന്നത് മ്യൂസിക് ആണ്. പടത്തിന് മൊത്തത്തിലുള്ള ഒരു ഔട്ട്ഡേറ്റഡ് സ്വഭാവം ഒന്ന് മാറ്റാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. സാംസിയസ് അറിഞ്ഞു കിടന്ന് പണിത് മോഡേൺ ആക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് സ്കോർ വെച്ചിട്ട്. പക്ഷെ അത് കാണുന്നവർക്കാണ് തലവേദനയായി മാറുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് കുറച്ച് പാട്ടുകളും പടത്തിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ചില ആക്ഷൻ സീൻ മാത്രമാണ് ഈ പടത്തിൽ അത്യാവശ്യം കൊള്ളാവുന്നത്. പക്ഷെ അതിനും വലിയൊരു ഇമ്പാക്ട് ഒന്നും തരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇമോഷണൽ കണക്ഷൻ, ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വരവിൽ എടുക്കാൻ മറന്നുപോയി എന്ന് തോന്നുന്നു. എന്തായാലും ഷാജി കൈലാസ് ഇപ്പോഴും നോക്കുന്ന ആ ഒരു 1992 കലണ്ടറൊക്കെ ഒന്ന് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ മൊത്തത്തിൽ തിയേറ്ററിൽ കയറി ടൈം ട്രാവൽ ചെയ്തൊരു 10-30 കൊല്ലം മുമ്പ് പോകാനുള്ള ഒരു സുവർണ അവസരമാണ് വരവ് എന്ന സിനിമ. ഇത് കണ്ടില്ലെങ്കിൽ ആക്ഷനും വയലൻസും നിറച്ച ഒരു സീരിയൽ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാനുള്ള അവസരമാണ് നഷ്ടപ്പെടുക. സോ ഈ അവസരം പാഴാക്കാതെ ഉപയോഗിക്കുക. ഇത് വരവല്ല,
നൊസ്റ്റാൾജിയ നൽകുന്ന പഴയ കാലത്തേക്കുള്ള ഒരു പോക്കാണ്. പഴമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ആണെന്ന് പറയാം. പടം തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 20 മിനിറ്റ് എങ്ങാണ്ടാണ് സിനിമയുടെ റൺ ടൈം. വയലൻസ് ഉണ്ട്, കുറച്ച് തെറിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുട്ടികൾക്കുള്ള പടമല്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ തെറ്റാണെന്ന് കരുതരുത്. ഷിറ്റ് ഹാപ്പൻസ് എന്നല്ലേ, ലൈഫല്ലേ, ചില തെറ്റായ തീരുമാനങ്ങൾ മൂലം നമുക്ക് ചില ദുരിതങ്ങളൊക്കെ നേരിടേണ്ടി വരും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ശരി എന്നാ.